സംസ്ഥാനത്തെ ജലാശയങ്ങളിൽ ജീവൻ നഷ്ടമാകുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 821 പേർക്കാണ് കേരളത്തിലെ വിവിധ ജലാശയങ്ങളിൽ ജീവൻ നഷ്ടമായത്. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ കണക്കുകൾ പ്രകാരം എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പുഴകളിലും ജാഗ്രത കുറയുന്നത് വലിയ ദുരന്തങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ആഘോഷങ്ങൾ കണ്ണീർ കയമായി മാറുന്ന കാഴ്ചയാണ് സംസ്ഥാനത്തെ ജലാശയങ്ങളിൽ കാണുന്നത്. കഴിഞ്ഞ വർഷം മാത്രം 821 പേർ മുങ്ങിമരണത്തിനിരയായി. ഇതിലേറ്റവും കൂടുതൽ മരണങ്ങൾ നടന്നത് എറണാകുളം ജില്ലയിലാണ്. 157 ആളുകളാണ് എറണാകുളം ജില്ലയിൽ മാത്രം മരിച്ചത്. തൊട്ടുപിന്നിൽ പാലക്കാട്, കൊല്ലം ജില്ലകളാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഒരു മരണം മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത് എന്നത് ആശ്വാസകരമാണ്. അശ്രദ്ധയും സാഹസികതയുമാണ് ഭൂരിഭാഗം അപകടങ്ങൾക്കും പിന്നിൽ. പുഴകളുടെയും തോടുകളുടെയും ആഴമറിയാതെ ഇറങ്ങുന്നതും സെൽഫി എടുക്കാനുള്ള ശ്രമങ്ങളും വിലപ്പെട്ട ജീവനുകൾ കവരുന്നു. നീന്തലറിയാത്തവർ പോലും വെള്ളക്കെട്ടുകളിൽ ഇറങ്ങുന്നതും സുരക്ഷാ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നതും മരണസംഖ്യ ഉയർത്തുന്നുവെന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അബ്ദുൽ ഗഫൂർ പറയുന്നു. കൂട്ടമായിട്ട് വരികയും മദ്യം പോലെയുള്ള മറ്റു ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് കുളിക്കാനിറങ്ങുകയും നീന്തൽ അറിയാത്തവർ ഒരുപക്ഷെ കരയിൽ മാറിയിരുന്നെങ്കിൽ പോലും പിന്നീട് അവരും ഇറങ്ങി വെള്ളത്തിൽ പോകുന്ന അവസ്ഥ സമീപകാലത്ത് വളരെ കൂടുതലായി കണ്ടുവരുന്നുണ്ട്. പിന്നെ അതിൽ ഏറ്റവും പ്രധാനം നമ്മൾ ഇറങ്ങുന്ന സ്ഥലത്തുള്ള പുഴയുടെ അല്ലെങ്കിൽ ആ അരുവിയുടെ ഒരു പ്രകൃതം തന്നെയാണ്. ഒരർത്ഥത്തിൽ അവിടെ ആ പുഴയിലുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് നമുക്കറിയില്ല, ആഴം എത്രയുണ്ട് അറിയില്ല, വെള്ളത്തിൻ്റെ അടിയിലുള്ള ചെളി, അതേപോലെ മരത്തിൻ്റെ കഷ്ണങ്ങൾ, പാറക്കെട്ടുകളൊക്കെ അപകടം ക്ഷണിച്ചു വരുത്തുന്നുണ്ട്. ജലാശയങ്ങളിൽ ഇറങ്ങുമ്പോൾ പൊതുജനങ്ങൾ പുലർത്തുന്ന കനത്ത ജാഗ്രത കുറവാണ് പലപ്പോഴും വലിയ ദുരന്തങ്ങളിൽ കലാശിക്കുന്നത്. പ്രധാനമായും കുട്ടികളുടെ കാര്യത്തിൽ മാതാപിതാക്കൾ പ്രത്യേക ശ്രദ്ധ പുലർത്തണം. നീന്തൽ അറിയില്ലെങ്കിൽ ഒരു കാരണവശാലും പരിചയമില്ലാത്ത ജലാശയങ്ങളിൽ ഇറങ്ങരുത്. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനായി അപകടകരമായ രീതിയിൽ സെൽഫി എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതും ഒഴിവാക്കണം. അധികൃതർ നൽകുന്ന സുരക്ഷാ ബോർഡുകളിലെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. അപകടത്തിൽപ്പെട്ട ഒരാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നവരും സ്വന്തം സുരക്ഷ ഉറപ്പാക്കിയ ശേഷം മാത്രമേ വെള്ളത്തിൽ ഇറങ്ങാവൂ. ഏറ്റവും ശാശ്വതമായ നമുക്ക് പരിഹാരം നമുക്ക് പറയാൻ പറ്റുന്നത് അത്തരം പരിചിതമല്ലാത്ത ഇടങ്ങളിൽ ജലാശയങ്ങൾ നമ്മൾ കുളിക്കാൻ ഇറങ്ങാതിരിക്കുക എന്നത് തന്നെയാണ്. പുറത്തുനിന്ന് വരുന്ന ആളുകൾ ഇത്തരം മുന്നറിയിപ്പ് ബോർഡുകൾ അവഗണിച്ച് നാട്ടുകാർ നൽകിയ മുന്നറിയിപ്പുകളെയൊക്കെ മറികടന്ന് പോയിട്ട് മരണത്തിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. നിരന്തരം സോഷ്യൽ മീഡിയയുടെ കാലഘട്ടങ്ങളിൽ റീൽസും ഒക്കെ കണ്ട് അതിൽ ആവേശം കൊണ്ടുകൊണ്ട് നമ്മൾ ആ പ്രദേശത്തേക്ക് പോകുന്ന ആളുകളുണ്ട്. അത്തരം വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, റീലുകൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, ഫോട്ടോ എടുക്കുന്ന സമയത്തൊക്കെ കാൽ വഴുതിയും അബദ്ധവശാലും ഒക്കെ അപകടത്തിൽപ്പെടുന്ന സാഹചര്യമുണ്ട്. അപ്പം ഇത്തരം ദുർഘടമായ അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിലേക്ക് അതിസാഹസികതയ്ക്ക് മുതിർന്നുകൊണ്ട് റീൽസ് എടുക്കാതിരിക്കുക എന്നത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഫലപ്രദമായ മാർഗം. വരാൻ പോകുന്ന മൺസൂൺ കാലങ്ങളിലടക്കം ജാഗ്രത പാലിച്ചില്ലെങ്കിൽ സ്ഥിതി ഗുരുതരമാകുമെന്നാണ് ഫയർഫോഴ്സ് നൽകുന്ന മുന്നറിയിപ്പ്. കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുക, ജലാശയങ്ങൾക്ക് സമീപം പോകുമ്പോൾ രക്ഷകർത്താക്കളുടെ സാന്നിധ്യം ഉറപ്പാക്കുക, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ അതിസാഹസികത ഒഴിവാക്കുക തുടങ്ങിയ പ്രാഥമിക മുൻകരുതലുകൾ ജീവൻ രക്ഷിക്കാൻ അത്യന്താപേക്ഷിതമാണ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.